കാഞ്ഞാവെളി ഗോപാലകൃഷ്ണൻ നായരുടെ ദശാവതാര കഥാചരിതം ജൂലൈ 20 പ്രകാശനം ചെയ്യും. ചടങ്ങിൽ ആദരവും സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3 കൊല്ലം പ്രസ് ക്ലബിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാഞ്ഞാവെളി ഗോപാലകൃഷ്ണൻ നായരുടെ ദശാവതാര കഥാചരിതം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. ജൂലൈ 20 ഉച്ചകഴിഞ്ഞ് 3 കൊല്ലം പ്രസ് ക്ലബിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗോപാലകൃഷ്ണൻ നായർ എഴുതിയ മഹാകാവ്യം ദശാവതാര കഥാചരിതം ഏറെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഈ കാവ്യം ശ്രീ കാഞ്ഞാവളിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരു മഹാകവി എന്ന് വരും ഇത് പ്രസിദ്ധീകൃതമാകുമ്പോൾ. ഇതുവരെയുള്ള മഹാകവികളുടെ ഒരു പട്ടികയൊക്കെ ആ പത്രക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അത് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പുതിയൊരു മഹാകവി പിറവിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ പുസ്തക പ്രകാശനം ഈ വരുന്ന 20-ാം തീയതി നമ്മുടെ പ്രസ് ക്ലബിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ഒരു പ്രചരണം ഉദ്ദേശിച്ചാണ് അർഹിക്കുന്ന ഗൗരവത്തോടെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും ഈ വാർത്ത പ്രസിദ്ധീകരിക്കണമെന്നാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ്. വൃത്താലങ്കാര പ്രാസാദി ഗുണങ്ങൾ അറിഞ്ഞ് കാവ്യദോഷങ്ങളെല്ലാം അകറ്റി അക്ഷരശുദ്ധിയോടെ രചിച്ച മഹാകാവ്യമാണ് ദശാവതാര കഥാചരിതം. 15ലധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കാഞ്ഞാവെളി ഗോപാലകൃഷ്ണൻ നായരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഈ കൃതി മഹാകാവ്യമായി മാറുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് കൃഷ്ണകുമാർ മരിത്തടി, ജസ്റ്റിസ് ജെയിൻ മാർട്ടിൻ, ഉണ്ണി പുത്തൂർ, മേരി ചെറിയാൻ, ഫെബിൻ റോബർട്ട്, അബിയ ഷഫീന, സാബു ബെനഡിക്റ്റ്, ജോസ് മോത്ത, ഷീബ എം ജോൺ, ഉമാ സാന്ദ്ര, ആർ അനഘ, കിരൺ ക്രിസ്റ്റഫർ, ദീപിക രഘുനാഥ, വയൽവാരത്ത് ഷാജി തങ്കച്ചൻ, ജോസ് കടവൂർ, സീതാ വിക്രമൻ എന്നിവരെ ആദരിക്കുമെന്ന് കാഞ്ഞാവെളി ഗോപാലകൃഷ്ണൻ നായർ, വി ടി കുരിപ്പുഴ, വി ജോസ് കല്ലട, ശിവരാജൻ കോവിലരികം, ജോസ് കടവൂർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.